ക്യാരക്ടേഴ്സ് ഉള്ളതിൽ 10 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതായതുകൊണ്ട് നിങ്ങളുടെ പെണ്ണിൻ്റെ കുടുംബത്താണ് നിങ്ങളുടെയൊക്കെ ഭാവി ഇരിക്കുന്നത് പറയുന്ന പോലെ നമ്മളെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ അഭിനയവും പോരായ്മകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളായിട്ട് തന്നെ അറിയിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിലാണ് ഇപ്പം വില്ലന്മാരാണല്ലോ ട്രെൻഡ്. വില്ലന്മാരാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. വില്ലനായി മാറട്ടെ. പൊതുവെ നമ്മൾ കോമഡി ഷോസിലൊക്കെ കുറേ തമാശകളും സ്കിറ്റും ഒക്കെ ചെയ്തിട്ട് നമ്മളൊക്കെ ഒരു തടീനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കോമഡി റോളായിരിക്കും മിക്കവാറും പ്രതീക്ഷിക്കുന്നത്. അവിടെ പ്ലേസ് ചെയ്യാൻ അപ്പോൾ അവിടെ ഒരു ഡിഫറെൻ്റായിട്ട് തന്നെ ഒരു വില്ലനായിട്ട് തന്നെ വരാൻ പറ്റിയൊരു സന്തോഷം. ഒരു വിവിധ കഥാപാത്രം. ഒരു കാര്യം കൂടെ പറയാം, എല്ലാത്തിനും കാണുന്നത് ഈ മനുഷ്യനാണ്. ഇങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ് ഞങ്ങളെല്ലാം വില്ലന്മാരായി. ആ പടത്തിൽ അങ്ങനെ ഒരു സംഭവം തിരിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ് ആ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യം. ക്യാമറ എല്ലാം അടിപൊളിയാണ്. പിന്നെ ചില സാധനങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നി. പക്ഷെ ഓവറോൾ നല്ലത്. നമ്മളെ കൊണ്ടുള്ള പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇതിന് നല്ല തലങ്ങളിലേക്ക് എത്തിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നന്നായി ചെയ്യാൻ പറ്റി വിചാരിക്കുന്നു. നല്ല സിനിമകളൊക്കെ സന്തോഷം. നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന പോലെ സ്ഥലത്ത് സംഭവിക്കുന്നു. അവിടെ ചെല്ലുന്ന സംഭവം പോലെ ആക്ഷൻ ത്രില്ലർ ജോണറിലാണ്. വലിയ പടമൊന്നല്ല. നല്ല ആക്ഷൻ ത്രില്ലർ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നമ്മുടെ കൈമില്ലല്ലോ. ഇനി എല്ലാം പ്രേക്ഷകരാണ് പറയുന്നത്. അഭിനയിച്ച എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്റർ ആർട്ടിസ്റ്റാണ് ബേസിക്കലി. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് മുഴുനീളമായിട്ട് ചെറിയ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് മുഴുനീളം റോൾ ചെയ്യുന്നത്. ആക്ഷൻ മൂവിയാണ്. അപ്പോൾ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. പടങ്ങളൊക്കെ ഉണ്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടോ? എക്സ്പീരിയൻസ് കണ്ടില്ലേ? ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് മേക്കിങ്ങിൽ ഒരു നല്ല വിഷ്വൽ ബ്യൂട്ടി കൊടുക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടെ. ഞങ്ങളെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. ഇതിനെക്കുറിച്ച് കൂടുതൽ സിനിമകൾ ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവരും പടം കാണുക. എന്തായാലും മോശമാവില്ല. പടം കണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒരു 5-6 സിനിമയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു പുതിയ ഒരു ത്രൂട്ട് വേഷം കിട്ടുന്നത്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മളെ കോമഡി ഉത്സവത്തിലൂടെയും ചാനലിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ കുറച്ച് പേരൊക്കെ നമ്മൾ അറിയും. അപ്പോൾ അവരെല്ലാവരും ഈ പടം കൂടെ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനങ്ങളൊക്കെ അറിയിക്കുക. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. നമുക്ക് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു പടം കണ്ടിട്ട്? ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ അതിന് നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഫിലിപ്പ് എന്ന് പറഞ്ഞു നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ കൂടെ അഭിനയിച്ച 1-2 പേർക്ക് വരാൻ പറ്റില്ല. നായിക ഖത്തറിലാണ്. പിന്നെ വേറൊരു ക്യാരക്ടർ ആനന്ദ് പുള്ളി മസ്കറ്റിലാണ്. അതൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെ, ഇനി അടുത്ത പടത്തിൽ കാണാം എന്ന് ഷൂട്ടിങ് കുറച്ച് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നേരത്തെ പ്രസ് മീറ്റ് പറഞ്ഞില്ല, ഡയറക്ടറും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് നാളത്തെ കാത്തിരിപ്പാണ്. പിന്നെ ടെക്നിക്കൽ സൈഡ് അടിപൊളിയാണ്. ക്യാമറയുടെ ക്വാളിറ്റി പടം അടിപൊളിയാണ്. പിന്നെ എന്താ പ്രസ് മീറ്റിൽ ഇച്ചിരി പേടിയുണ്ട്. മാറി ഇനി സപ്പോർട്ട് ചെയ്യും. ഇനി പടങ്ങൾ വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യും.